നമ്മുടെ ഗ്യാരേജിലേക്ക് ഇന്നൊരു ടൈപ്പ് 3 സ്വിഫ്റ്റ് ഡീസലാണ് വന്നിട്ടുള്ളത്. 1 ലാഖിൻ്റെ മേജർ സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ 1 ലാഖ് കിലോമീറ്റർ ഓടിക്കുന്ന നമ്മുടെ സ്വിഫ്റ്റിൻ്റെ മേജർ സർവീസ് ആയതുകൊണ്ട് തന്നെ ടൈമിംഗ് ചെയിൻ, മാനിഫോൾഡ്, EGR അങ്ങനെയുള്ള വർക്കാണ് കാര്യമായിട്ട് വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ ഇതാണ്. നല്ല ത്രോട്ടിലൊക്കെ കൊടുത്ത് പുഷ് ചെയ്ത് കയറ്റി പോകുമ്പോൾ നല്ല ബ്ലാക്ക് സ്മോക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ മാനിഫോൾഡും EGRും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് അയച്ചു വെച്ചിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത്രയധികം ബ്ലോക്ക് ആയിട്ടുള്ള ഈ മാനിഫോൾഡും EGRും ഒക്കെ ഡീകാർബണൈസേഷൻ ചെയ്യുമ്പം എങ്ങനെ ക്ലീൻ ആവാനാണ്? നമ്മൾ മാനുവലി തന്നെ ഈ സാധനങ്ങൾ അയച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ. നമ്മുടെ മാനിഫോൾഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാനിഫോൾഡ് ഒന്നും നല്ല രീതിയിൽ ചെക്ക് ചെയ്ത ടൈമിൽ 4ാമത്തെ ഇൻലെറ്റ് സെക്ഷനിൽ മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ വന്ന് കയറിയ പാടുണ്ട്. വേറെ ഒരു ലൈനിലേക്കും കാര്യങ്ങളിലേക്കും ഇല്ല. അപ്പം നമുക്ക് മനസ്സിലായി എന്തോ ഒരു ഓയിൽ എവിടുന്നോ ഒന്ന് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർകൂളർ അയച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇൻ്റർകൂളർ അയച്ച് നമ്മൾ ചെക്ക് ചെയ്ത ടൈമിൽ ഇൻ്റർകൂളറൊക്കെ നോർമലായിട്ട് കുറഞ്ഞ ഒരു ഓയിൽ ഡെപ്പോസിറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നമ്മൾ ടെർബോയുടെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയപ്പം ടെർബോ എല്ലാം ഓക്കെയാണ്. പിന്നീട് നമ്മൾ PC ഫിൽറ്ററാണ് നമ്മൾ ക്യാൻസൽ ചെയ്തത്. അത് അയച്ച് നോക്കിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ വന്ന മാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ സ്വിഫ്റ്റ് ഡീസലൊക്കെ ആണെങ്കിൽ PC ഫിൽറ്ററൊക്കെ എപ്പോഴും മാറുന്നതല്ല. ഒരു 500 രൂപേൻ്റെ ചോടക്കിന് റേറ്റ് വരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ EGRൻ്റെ സെക്ഷനിലുള്ള കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ടൈമിംഗ് ചെയിൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ടൈമിംഗ് ചെയിൻ ഫുൾ നമ്മൾ മാരുതിയുടെ ജെന്യൂൻ സ്പെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്കിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ അങ്ങനെയുള്ള കംപ്ലീറ്റ് ഫിൽറ്റേഴ്സും കൂടി കൂടുതൽ മാറും. നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഷോക്ക് അത്യാവശ്യം ജാമായിരുന്നു കേട്ടോ. നമ്മൾ ആ കുണ്ടിലൊക്കെ ഗട്ടറിലൂടെയൊക്കെ അത്യാവശ്യം എടുത്തിട്ട് പോകുന്ന സമയത്തൊക്കെ ഒട്ടും സോഫ്റ്റ് ഇല്ലാത്ത വർക്കിംഗ് ആയിരുന്നു വണ്ടി. സ്ഥിരമായിട്ട് നമ്മൾ ടൈപ്പ് 3 സ്വിഫ്റ്റ്, ബലേനോ എന്നുള്ള വണ്ടികൾക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഫ്രണ്ട് ഷോക്ക് ജാമായി പോകുക എന്നുള്ളത്. അത്യാവശ്യം ഓടിയ വണ്ടിയാണല്ലോ, അതേപോലെ ചെറിയ എന്തെങ്കിലും വർക്കിനെ കയറ്റി വണ്ടി പൊക്കിയിടുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് വരാറുള്ളത്. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ടോട്ടൽ പെർഫോമൻസും മൈലേജും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മൾ ഓടിച്ചു നോക്കിയ ടൈമിൽ തന്നെ പെർഫോമൻസൊക്കെ ഒരു ലാഗും ഇല്ലാതെ കയറിപ്പോയായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് കസ്റ്റമർക്ക് വണ്ടി ഡെലിവറി ചെയ്യാം.